എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഡിപ്രീസിയേഷൻ. ആദ്യം എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഓരോ വർഷം വരുന്നതോറും എന്താണ്, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇനി the word depreciation is derived from a Latin word depretium. ഡിപ്രിറ്റിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇനി ഡിപ്രിറ്റിയം മീൻസ് ഡിക്ലൈൻ ഓർ റിഡക്ഷൻ ഇൻ പ്രൈസ്. അപ്പോൾ ഡിപ്രിറ്റിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്? ഡിപ്രീസിയേഷൻ ഉണ്ടായത്. ഇനി ഡിപ്രിറ്റിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ലൈൻ, കുറവ്, അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ പ്രൈസ്, വിലയിലുള്ള കുറവ്. ഓക്കെ, അപ്പൊ നമുക്ക് ദ വേർഡ് ഇവിടെ ശ്രദ്ധിക്കുക. ഡിപ്രിറ്റിയത്തില് ദ വേർഡ് ഡി മീൻസ് എന്താണ്? ഡിക്ലൈൻ, കുറവ്. അപ്പൊ ഡിപ്രിറ്റിയത്തില് ഡി ഉണ്ട്, പ്രിറ്റിയം ഉണ്ട്. ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ഡിക്ലൈൻ. ആൻഡ് പ്രിറ്റിയം മീൻസ് പ്രൈസ്. പ്രിറ്റിയം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈസ്. അപ്പൊ നമുക്ക് ഡിപ്രിറ്റിയം എങ്ങനെ പറയാം? ഡിക്ലൈൻ ഇൻ പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ പ്രൈസ്. അപ്പോൾ ഡിപ്രിറ്റിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് ഉണ്ടായത്? ഡിപ്രീസിയേഷൻ ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, വാട്ട് ആർ ദി കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം, അല്ലേ? ഒരു അസറ്റ് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും തേയ്മാനം സംഭവിക്കും, അല്ലേ? അപ്പൊ തേയ്മാനം, വെയർ ആൻഡ് ടയർ, അത് എന്തിനൊരു കാരണമാണ്? ഡിപ്രീസിയേഷൻ ഒരു കാരണമാണ്. ഓക്കെ, ഇനി പാസേജ് ഓഫ് ടൈം. എന്താണ്? ടൈം പോകുന്നതനുസരിച്ച്, അല്ലേ? ടൈം പോകുന്നതനുസരിച്ച് അതിന്റെ വാല്യൂവിന് എന്താണ്? കുറവ് വരും, അല്ലെ? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിന് കുറവ് വരും. ഓക്കെ, അപ്പോൾ അതും എന്താണ്? ഡിപ്രീസിയേഷൻ ഒരു കാരണമാണ്. പിന്നെ എന്താണ്? യൂസ് ഓഫ് അസറ്റ്സ്. ഒരു അസറ്റിന്റെ ഉപയോഗം മൂലം, നമ്മളൊരു അസറ്റ് വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കാനാണ്, അല്ലെ? അപ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ വാല്യൂ കുറയും. ഇപ്പൊ നമ്മളൊരു കാർ വാങ്ങിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 2 മാസം ഉപയോഗിച്ചിട്ട് നമ്മളത് വിൽക്കാൻ പോയാൽ നമ്മൾ വാങ്ങിച്ച വില കിട്ടത്തില്ല, അല്ലെ? അത് ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പൊ യൂസ് ഓഫ് അസറ്റ്സ് അതും ഡിപ്രീസിയേഷന്റെ ഒരു കാരണമാണ്. അതേപോലെ നോൺ യൂസ്, ഉപയോഗിച്ചില്ലെങ്കിലും വില കുറയും, അതും ഡിപ്രീസിയേഷൻ ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു, നമ്മൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടിട്ടു, ഉപയോഗിച്ചില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാറ് നമ്മൾ വിൽക്കാൻ നോക്കിയേ, നമ്മൾ വാങ്ങിച്ച വില കിട്ടത്തില്ല, അല്ലെ? അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും അതിന്റെ വില കുറയും. ഉപയോഗിച്ചില്ലെങ്കിലാണ് കൂടുതൽ വില കുറയുന്നത്. ഏറ്റവും കൂടുതൽ തേയ്മാനം അല്ലെങ്കിൽ സംഭവിക്കുന്നത് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിലാണ്. ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്രയും കുഴപ്പമുണ്ടാവില്ല, അല്ലേ? അപ്പൊ നോൺ യൂസും ഇതിന്റെ ഒരു കാരണമാണ്. പിന്നെന്താണ്? ഡിപ്ലീഷൻ അല്ലെങ്കിൽ എക്സ്ഹോഷൻ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിംഗ് അസറ്റ്സിന്റെ ഡിക്രീസിന്റെ വാല്യൂ ആണ്. ഈ എടുക്കുന്തോറും അതിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെയുള്ള അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയും. മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ഡിക്രീസ് ഇൻ ദ വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്ലീഷൻ അല്ലെങ്കിൽ എക്സ്ഹോഷൻ. എടുക്കുന്തോറും. ഓക്കെ, ഇതും എന്തിനൊരു കാരണമാണ്? ഡിപ്രീസിയേഷന്റെ ഒരു കാരണമാണ്. ഓക്കെ, പിന്നെന്താണ്? ആക്സിഡന്റ്. അത് നോർമലി നിങ്ങൾക്ക് അറിയാം, ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഇതിന്റെ വില കുറയുന്നു. ഓക്കെ, അതും ഡിപ്രീസിയേഷൻ ഒരു കാരണമാണ്. പിന്നെ അമോർട്ടൈസേഷൻ. ഈ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, അതായത് ഗുഡ് വില്ല്,
അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അമോർട്ടൈസേഷൻ. ഓക്കെ, അതും എന്തിനൊരു കാരണമാണ്? ഡിപ്രീസിയേഷൻ ഒരു കാരണമാണ്. ഓക്കെ, പിന്നെ ഒബ്സോളസൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഒബ്സോളസൻസ് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ശേഷം പറയാം. അതായത് ഒബ്സോളസൻസ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, ഓൾഡ് ഫാഷൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മൂലം അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് മൂലം ഓക്കെ ഇതിന്റെ ഒരു അസറ്റിന്റെ വില കുറയുകയാണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒബ്സോളസൻസ്. ഓക്കെ, അപ്പോൾ ഒബ്സോളസൻസ് മാത്രമായിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പറയാം. അപ്പൊ നോക്കി, ഇത്രയാണ് എന്തിന്റെ കാരണങ്ങൾ? ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ. ഓക്കെ, ഇനി ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടിരുന്നു, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ, പിന്നെ ഒബ്സോളസൻസ്, പിന്നെന്താ ഡിപ്ലീഷൻ, എക്സോഷൻ, ഇതൊക്കെ അതിന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ആൻസർ ഡിപ്രീസിയേഷൻ ആയിരുന്നു. ബാക്കിയുള്ള ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കിയെല്ലാം ഡിപ്രീസിയേഷന്റെ കാരണങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ആൻസർ ഡിപ്രീസിയേഷൻ ആയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ. ഓക്കെ, ഇനി ഇതിൽ തന്നെ എന്താണ് ഒബ്സോളസൻസ് അതും കൂടെ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഒബ്സോളസൻസ്? ആൻ അസറ്റ് ബിക്കമിങ് ഔട്ട് ഓഫ് ഡേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി ഓർ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പാറ്റേൺ. ഈ ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റ് മൂലം, ഓക്കെ, ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റ് മൂലം, പിന്നെ അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് മാറിയത് മൂലം ഒരു അസറ്റിന്റെ വില കുറയുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഒബ്സോളസൻസ് അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ. ഇപ്പോൾ എന്താണ് ഒരു 10-40 വർഷം മുമ്പുള്ള ഡ്രസ്സ് ഒക്കെ നമുക്ക് ഇപ്പം ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ, ആരും ഇടാറില്ല അല്ലേ? കാരണം അതിന് ഡിമാൻഡ് ഇല്ല. അതാണ് ഓൾഡ് ഫാഷൻ, പുതിയ പുതിയ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം മൂലം. ഓക്കെ, അല്ലെങ്കിൽ ഡിമാൻഡ് പാറ്റേൺ ഇല്ലാതായത് മൂലം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു ഇന്നോവേഷൻ. ഇന്നോവേഷൻസ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഓക്കെ, ഇൻവെൻഷൻസ് ആർ നോൺ ആസ് ഒബ്സോളസൻസ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു ഇന്നോവേഷൻ ഓർ ഇൻവെൻഷൻസ്, അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഒബ്സോളസൻസ് എന്നാണ്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക്, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഓരോരോ മെത്തേഡാണ്. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഓക്കെ, ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ ഇതിന് പറയുന്ന വേറെ പേരുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് തന്നെയാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ എവറി ഇയർ ഈസ് യൂണിഫോം. എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും എന്നാണ് ഏത് മെത്തേഡ് പറയുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പറയുന്നത്. എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയർ 10,000 ആണെങ്കിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഒക്കെ എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എന്ന് ചോദിക്കാം. ഏത് മെത്തേഡാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. ഇതിന്റെ ഒറിജിനൽ കോസ്റ്റിനാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ ഒരു മെഷീനറി അക്കൗണ്ട് നമ്മൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ഒരു അസറ്റ് വാങ്ങുമ്പോൾ, ഓക്കെ,
ഒരു അസറ്റ് ഇപ്പൊ 1/1 ഒരു അസറ്റ് വാങ്ങി. ഓക്കെ, എൻട്രി ഇപ്പൊ ക്യാഷ് കൊടുത്താണ് വാങ്ങിയതെങ്കിൽ മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പൊ ഇവിടെ ടു ക്യാഷ് എന്ന് എഴുതാറുണ്ട്. ഇപ്പോ 10 ലക്ഷം രൂപയാണ്, 10 lakh. ഓക്കെ, വർഷം അവസാനമാണ് എന്ത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്നാണ്? 31/12, അല്ലെങ്കിൽ ഏത് വർഷമാണോ വാങ്ങിച്ചത്? 18 ആണെങ്കിൽ 18. ഡിപ്രീസിയേഷൻ എന്താണ്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ബൈ ഡിപ്രീസിയേഷൻ. ഓക്കെ, അത് ഇപ്പോൾ 10 lakhന്റെ 10% ഡിപ്രീസിയേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ 10 lakhന്റെ 10% എത്രയാണ്? 10,000. ഇതാണ് ആദ്യത്തെ വർഷം. ഇത് തന്നെയാണ് രണ്ടാമത്തെ വർഷവും, ഇത് തന്നെയാണ് മൂന്നാമത്തെ വർഷവും. അങ്ങനെ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്തായിരിക്കുമെന്ന്? സെയിം ആയിരിക്കും എന്നാണ് ഏത് മെത്തേഡ് പറയുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, നമ്മളിത് ബാലൻസ് ചെയ്യുന്നു. എൻഡ് ഓഫ് ദി ഇയറിൽ എങ്ങനെയാ ബാലൻസ് ചെയ്യുന്നത്? എവിടെയാണോ കുറവുള്ളത് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി ചേർക്കുന്നു. അപ്പോൾ എത്രയാണ്? 10 lakh ആണ്. എന്താണ്? 1 lakh ആണ് ഡിപ്രീസിയേഷൻ വിചാരിക്കുക. 10%, അതായത് 1 lakh ആണ് ഡിപ്രീസിയേഷൻ വിചാരിക്കുക. അപ്പോൾ ബാക്കി എത്രയാണ്? 9 lakh അല്ലേ? അപ്പോൾ വീണ്ടും ഇവിടെ 10 lakh ആയി, ഇവിടെയും 10 lakh ആയി. നെക്സ്റ്റ് ഇയറിൽ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1/1/2019 ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര വരും? 9 lakh. നീ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഇയറിൽ 31/12/2019 ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര തന്നെ എഴുതുന്നത്? 1 lakh തന്നെയാണ് എഴുതുന്നത്. അങ്ങനെ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ഏത് മെത്തേഡ് പറയുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പറയുന്നത്. അങ്ങനെ ഈ മെഷീനറിക്ക് അല്ലെങ്കിൽ ഈ ഒരു അസറ്റിന് ലൈഫ് തീരുമ്പോൾ ഇതിന്റെ വില എത്രയാവും? 0 ആവും. കാരണം ഇപ്പൊ 10 lakh ആണ്, അത് 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 0 ആവും അല്ലെ? അപ്പൊ നോക്കൂ, ദ അസറ്റ് വിൽ അറ്റൈൻ 0. ദ അസറ്റ് വിൽ അറ്റൈൻ 0 വാല്യൂ ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. വർക്കിംഗ് ലൈഫിന് ശേഷം ഈ അസറ്റിന്റെ വാല്യൂ എന്താവും? 0 ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏതിനാണ്? ഒറിജിനൽ കോസ്റ്റ് ആണ്. കണ്ടോ, 10 lakh ആണ് ഇവിടെ ഒറിജിനൽ കോസ്റ്റ്. ആ 10 lakhന്റെ 10% എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ കാണുന്നത് ഏത് കോസ്റ്റിനാണ്? ഒറിജിനൽ കോസ്റ്റിനാണ്. ഓക്കെ, ഇതാണ് ഏത് മെത്തേഡ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. ഓക്കെ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിനെ വിളിക്കുന്ന വേറെ 1-2 പേരുകളുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ WDV മെത്തേഡ് എന്ന് പറയും. WDV മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയും. റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് തന്നെയാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിനെ വിളിക്കുന്ന ഓരോന്നിനും വിളിക്കുന്ന വേറെ പേരുകൾ എല്ലാവരും ഓർത്ത് വെക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിനെ വിളിക്കുന്ന പേരുകൾ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന വേറെ കുറച്ച് പേരുകളാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. ദ ഡിപ്രീസിയേഷൻ ചാർജിങ് ഡിമിനിഷിംഗ് ഈച്ച് ഇയർ. ഓക്കെ, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്താണ്? കുറഞ്ഞു വരുന്നു. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് വിൽ നോട്ട് ബിക്കം 0. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. വർക്കിംഗ് ലൈഫിന് ശേഷം ഒരിക്കലും ഇതിനെന്താവില്ല? 0 ആവത്തില്ല. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 0 ആവാത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് മെത്തേഡാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പൊ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എങ്ങനെ വരും? കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിംഗ്. ഓക്കെ, ഇനി ഇവിടെ ഇൻ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബുക്ക് വാല്യൂ ഓഫ് ആൻ അസറ്റ്. അസറ്റിന്റെ ബുക്ക് വാല്യൂവിനാണ് ഡിപ്രീസിയേഷൻ. എന്താണ് ബുക്ക് വാല്യൂ? കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള വാല്യൂ ആണ് ബുക്ക് വാല്യൂ.
അപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഏത് വാല്യൂവിനാണ്? ബുക്ക് വാല്യൂവിനാണ് എന്ത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ വരച്ച മെഷീനറി അക്കൗണ്ട് ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. മെഷീനറി അക്കൗണ്ട്. ഓക്കെ, നോക്കൂ, 1/1/2018 10 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിച്ചു. ടു ക്യാഷ് 10 lakh. ഓക്കെ, എൻഡ് ഓഫ് ദ ഇയറിൽ 31st December 2018 ബൈ ഡിപ്രീസിയേഷൻ, ഷോർട്ട് ഫോം എഴുതുന്നു, 10% വിചാരിക്കുക. അപ്പോൾ 10 lakhന്റെ 10% എത്ര? 1 lakh. ഓക്കെ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ചെയ്യുന്നു 9 lakh, 10 lakh ടോട്ടൽ, ഇവിടെയും 10 lakh ടോട്ടൽ. നെക്സ്റ്റ് ഇയറിൽ അത് എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1/1/2019 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 9 lakh. ഓക്കെ, ഇനി നോക്കിയേ, ആ വർഷം 31st December ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് എത്രയെന്നറിയാമോ? 9 lakhന്റെ 10% ആണ്, അതായത് 90,000 ആണ് എഴുതേണ്ടത്. 9 lakhന്റെ 10%, അതായത് എത്രയാണ്? 90,000 ആണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് ബാലൻസ് ചെയ്യുക. 9 lakhൽ നിന്ന് 90,000 കുറയ്ക്കുമ്പോൾ 8,10,000 വരും. അടുത്ത വർഷം 8,10,000. ഇനി ആ 8,10,000ന്റെ 10% 81,000 ആണ് മൂന്നാമത്തെ വർഷം. അപ്പൊ ഇവിടെ ഓരോ വർഷവും എന്താണ്? ഡിപ്രീസിയേഷൻ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡിപ്രീസിയേഷൻ എന്താണ്, ഇതിന്റെ വാല്യൂ 0 ആവത്തില്ല. ഇനി ഇവിടെ എല്ലാം ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടത് ഏതിനാണ്? കണ്ടോ, ബുക്ക് വാല്യൂനാണ്. ഇതാണ് ബുക്ക് വാല്യൂ. രണ്ടാമത്തെ വർഷം 9 lakh ആണ് ബുക്ക് വാല്യൂ. എന്താണ് അപ്പൊ ബുക്ക് വാല്യൂ? കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ബുക്ക് വാല്യൂ. അടുത്ത വർഷം 9 lakhൽ നിന്ന് വീണ്ടും 90,000 മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും കിട്ടുന്ന 8,10,000, അത് അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ ബുക്ക് വാല്യൂവിനാണ് എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഏത് മെത്തേഡിൽ? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ. ഓരോ വർഷവും എന്താണ് ഇത് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇത് നോക്കി, അപ്പോൾ ഇത് ഓർത്തേക്കണം, വിൽ നോട്ട് ബിക്കം 0. ഇനി as per this method, a fixed percentage is written off every year on the book value of an asset where the repairs are heavy. ഈ റിപ്പയറിംഗ് കൂടുതലുള്ള സ്ഥലത്ത് ഈ എന്താണ് കൂടുതലും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എല്ലാ വർഷവും ഒരു പെർസെൻറ്റേജ് കട്ട് ചെയ്യും. എന്തിന്? ബുക്ക് വാല്യൂവിന്, അല്ലെ? 10% ആണെങ്കിൽ ആദ്യത്തെ വർഷം 10, രണ്ടാമത്തെ വർഷം ബുക്ക് വാല്യൂവിന്റെ 10, മൂന്നാമത്തെ വർഷം ബുക്ക് വാല്യൂവിന്റെ 10. ഓക്കെ, ഇനി this method is more suited for plant and machinery. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇപ്പൊ ഫ്രം ദ ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് ചോദിക്കാം. എന്നിട്ട് താഴെ ഒരു 4 മെത്തേഡ് തരാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന 2 മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞ 2 ഏതൊക്കെയാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും അതേപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. ഓക്കെ, ഇനി അടുത്ത 1-2 മെത്തേഡിലേക്ക് നമുക്ക് പോവാം. അതിൽ പ്രധാനപ്പെട്ട മെത്തേഡുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് മെത്തേഡ്. ഓക്കെ, അടുത്തത് ആന്വിറ്റി മെത്തേഡാണ്. ആന്വിറ്റി മെത്തേഡ്, അതായത് ഇവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് അസർട്ടൈൻ ചെയ്യുന്നത് ആന്വിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു ആന്വിറ്റി ടേബിൾ ഉണ്ട്. ആ ആന്വിറ്റി ടേബിൾ നോക്കിയിട്ടാണ് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ അവർ എഴുതുന്നത്. ഇനി ഈ ആന്വിറ്റി മെത്തേഡിന്റെ പ്രത്യേകത, ഇൻ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ്, ഇതുകൂടെ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യും. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ടുഗദർ ഇൻട്രസ്റ്റ് thereon is written off annually in equal installment. അപ്പൊ ഇവിടെ എന്തുകൂടെ എടുക്കും? ഇൻട്രസ്റ്റ് കൂടെ എടുക്കും. അപ്പൊ ഇൻട്രസ്റ്റ് എടുക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാം. അതേതാണ്? ആന്വിറ്റി മെത്തേഡ് ആണ്. ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇൻ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് thereon is written off annually. Okay, is written off annually in equal installments. Okay, ഇനി ഇവിടെ ഏത് ഉപയോഗിച്ചിട്ടാണ്? ആന്വിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഒരൊറ്റ കാര്യം അറ്റ്ലീസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ്
അടുത്ത മെത്തേഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആണ്. നാലാമത്തെ മെത്തേഡ് ഏതാണ്? സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, നോക്കാം. ഈ മെത്തേഡ് അനുസരിച്ച് അണ്ടർ ദിസ് മെത്തേഡ് the asset account is kept in the books of account at its original cost. ഈ മെത്തേഡ് അനുസരിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എപ്പോഴും ഏത് കോസ്റ്റ് തന്നെയാണ്? ഒറിജിനൽ കോസ്റ്റ് തന്നെയാണ് എഴുതുന്നത് ത്രൂ ഔട്ട് ഇറ്റ് ലൈഫ്. ആ അസറ്റിന്റെ ലൈഫ് മുഴുവനും ഏത് പ്രൈസിൽ തന്നെയാണ് എഴുതുന്നത്? ഒറിജിനൽ കോസ്റ്റ് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, an amount equal to annual depreciation is drawn every year and is invested in securities outside the business. അതായത് എല്ലാ വർഷവും നമ്മൾ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ ആ എമൗണ്ട് അങ്ങോട്ട് എടുത്തിട്ട് പുറത്ത് ആ പൈസ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ഈ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഈ പൈസ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അതാണ് ഏത് മെത്തേഡ്? സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു അസറ്റിന്റെ റീപ്ലേസ്മെന്റ് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ എക്സാക്ട് ആൻസർ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇനി അതും പറയാം, പക്ഷെ അതല്ല, ഡിപ്രീസിയേഷൻ ഫണ്ട് ഇല്ല എങ്കിൽ പിന്നെ രണ്ടാമത്തെ ആൻസർ എന്താണ്? സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. അപ്പോൾ അസറ്റ് എപ്പോഴും ഇവിടെ ഏത് കോസ്റ്റിൽ തന്നെയാണ് കാണിക്കുന്നത്? ഒറിജിനൽ കോസ്റ്റിൽ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഓക്കെ, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇതിൽ ഓരോ മെത്തേഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വളരെ ഡീപ്പായിട്ടൊന്നും ഇത് പോയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കാം, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പ്രകാരം an insurance policy is taken for the amount required to replace the assets after its estimated life period. ഒരു അസറ്റിന് ഇത്ര വർഷം ലൈഫ് ഉണ്ടാവുമല്ലോ, അത്രയും നാളും എന്തെടുക്കും? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. അപ്പൊ ആ പീരീഡിന് ശേഷം ഇവർക്ക് എന്താണ്? ആ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ അസറ്റ് വാങ്ങും. ഇതാണ് ഏത് മെത്തേഡ്? ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. നമുക്കറിയാം, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? പ്രീമിയം അടയ്ക്കാറുണ്ട്, അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ ദ ആനുവൽ പ്രീമിയം ടു ബി പെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി വിൽ ബി ടു ദ ഇൻഷുറൻസ് കമ്പനി വിൽ ബി ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് എവറി ഇയർ. ഓക്കെ, അതായത് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴത്തേക്കും പ്രീമിയം അടയ്ക്കുമല്ലോ. അങ്ങനെ നമ്മൾ വർഷത്തിൽ അടയ്ക്കുന്ന പ്രീമിയം അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് എന്ത് ചാർജ് ചെയ്യുകയാണ്. ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻഷുറൻസ് പോളിസി വിൽ ബി ടേക്കൺ ഫോർ ദി amount required to replace the assets after estimated life period. The annual premium to be paid by to the insurance company will be the amount of depreciation charged every year. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഇൻഷുറൻസ് പോളിസി കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് ആ പൈസ കിട്ടുന്നു. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ അസറ്റ് വാങ്ങുന്നു. ഓക്കെ, ദെൻ അടുത്തത് റീവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, എന്താണ് റീവാലുവേഷൻ മെത്തേഡ്? ഈ റീവാലുവേഷൻ മെത്തേഡിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ലൂസ് ടൂൾസ്, പേറ്റന്റ് റൈറ്റ്, ലൈവ് സ്റ്റോക്ക് ഇങ്ങനെയുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റുകൾക്ക് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത് മെത്തേഡ്? റീവാലുവേഷൻ മെത്തേഡ്. അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, എന്താണ്? ലൈവ് സ്റ്റോക്കിന് അല്ലെങ്കിൽ ലൂസ് ടൂൾസിന്, ലൈവ് സ്റ്റോക്കിന് അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഡിപ്രീസിയേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? റീവാലുവേഷൻ മെത്തേഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി എന്താണ് റീവാലുവേഷൻ മെത്തേഡ് നോക്കാം. Under this method, an independent valuation of assets is made at the end of every year by experts. അതായത് ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? ഈ അസറ്റ് വാല്യുവേഷൻ നടത്തും ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഓക്കെ, എല്ലാ വർഷവും അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയറിൽ. എന്നിട്ട് അവർ വാല്യൂ ചെയ്യുന്ന എമൗണ്ടും ബുക്ക് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് ആണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ.
എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ ആസറ്റ് എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. അവർ ഫിക്സ് ചെയ്യുന്ന വാല്യൂവും പിന്നെ ബുക്ക് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കുന്നത്. ഇനി ഇത് ഏതൊക്കെ അസറ്റിനാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അസറ്റ് ഏതൊക്കെയാണ്? ലൂസ് ടൂൾസ്, പേറ്റന്റ് റൈറ്റ്, ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് അസറ്റ്സ് എന്ന് പറയും. ഇതിനാണ് ഏത് മെത്തേഡ് സ്യൂട്ടബിൾ? റീവാലുവേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡിപ്ലീഷൻ മെത്തേഡ്. ഓക്കെ, ചെറിയ 2-3 മെത്തേഡിലേക്ക് നമുക്ക് പരിചയപ്പെടാം. ഡിപ്ലീഷൻ മെത്തേഡ്, അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഓർത്താൽ മതി. അതായത് വേസ്റ്റിംഗ് അസറ്റ്സിന്റെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിപ്ലീഷൻ മെത്തേഡാണ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ്? അത് എടുക്കും തോറും കുറഞ്ഞു വരും. ഓക്കെ, മൈൻസ്, ക്വാറീസ്, ഓക്കെ, ഓയിൽ ഫീൽഡ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ഇല്ലേ, ഓക്കെ, അതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കും തോറും കുറഞ്ഞു വരും. അപ്പൊ ഈ അസറ്റ്സിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ഡിപ്ലീഷൻ മെത്തേഡ് ആണ് ആൻസർ. അപ്പോൾ വേസ്റ്റിംഗ് അസറ്റ്സ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്, അങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. മൈൻസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിന് അല്ലെങ്കിൽ മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്, ഇവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാം. ഏത് മെത്തേഡാണ്? ഡിപ്ലീഷൻ മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്തത് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. ഇതാണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. ഈ മെഷീൻ അവർ റേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെഷീൻ ഹൂസ് വർക്കിംഗ് ലൈഫ് ആർ എസ്റ്റിമേറ്റഡ് ഇൻ ടേംസ് ഓഫ് വർക്കിംഗ് അവേഴ്സ്. അതായത് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീനറി അതിന്റെ ലൈഫ് വർക്കിംഗ് അവേഴ്സിൽ മണിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് അങ്ങനെയുള്ള കേസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഏത് മെത്തേഡ്? മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് ഇത് കൂടുതലും. ഓക്കെ, അതായത് നമ്മളൊരു മെഷീൻ വാങ്ങുന്നു. ഈ മെഷീന്റെ ലൈഫ് എത്ര നാളാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് അല്ല 10 വർഷം അല്ല 5 വർഷം അല്ലെങ്കിൽ 20 വർഷം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതങ്ങനെയല്ല, വർഷമല്ല, മണിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ, വർക്കിംഗ് അവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 1,00,000 മണിക്കൂർ അല്ലെങ്കിൽ 50,000 മണിക്കൂർ അല്ലെങ്കിൽ 20,000 മണിക്കൂർ, ഇങ്ങനെ മണിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള മെഷീൻസിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഏത് മെത്തേഡ്? മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. എന്താണ്? മൈലേജ് മെത്തേഡ്. ഏതാണ്? മൈലേജ് മെത്തേഡ്. ഓക്കെ, അതായത് മൈലേജ് മെത്തേഡില കേൾക്കുമ്പോൾ തന്നെ അറിയാം മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതിനാണ്? മോട്ടോർ വെഹിക്കിൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? മൈലേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്? മോട്ടോർ വെഹിക്കിൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയുന്നത് മൈലേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പം കഴിഞ്ഞത്. ഏതൊക്കെയാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, പിന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, മൈലേജ് മെത്തേഡ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഈ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ മെത്തേഡായ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ സെയിം ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇത്ര ശതമാനം എന്ന് പറയും, 10% അല്ലെങ്കിൽ 20%. ഇനി അങ്ങനെ തന്നില്ല എങ്കിൽ ഈ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. അവിടെ ഡിപ്രീസിയേഷൻ പെർ ഇയർ, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് minus scrap value divided by estimated life in years. ഓക്കെ, ശരിക്കും കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ആണ്. അത് ഇവിടെ പെർ ഇയറിലായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ലൈഫ് ഇൻ ഇയേഴ്സ് എന്ന് എഴുതിയത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നോക്കിയേ, കോസ്റ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യണം. അത് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഒരു അസറ്റിന് എത്ര വർഷം ലൈഫ് ആണുള്ളത്? 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5
എത്രയാണോ അത് വേണം നമ്മൾ എവിടെ എഴുതാൻ, ഈ എസ്റ്റിമേറ്റഡ് ലൈഫിൽ എഴുതാനായിട്ട്. അപ്പോൾ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ്. ഇനി നോക്കിയ ഒരു പുതിയ വാക്ക് അവിടെ വന്നു, എന്താണ് സ്ക്രാപ്പ് വാല്യൂ. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ഈ സ്ക്രാപ്പ് വാല്യൂ? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിഡുവൽ വാല്യൂ ആഫ്റ്റർ ദി ലൈഫ് ടൈം ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിന്റെ ലൈഫിന് ശേഷം ഇത് വിറ്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിക്കുന്നു, 10 വർഷമാണ് അതിൻ്റെ ലൈഫ് എന്ന് വിചാരിക്കുക. ഈ 10 വർഷം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വിറ്റ് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ സ്ക്രാപ്പിന് വെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു വാല്യൂ കിട്ടും അല്ലെ? അപ്പോൾ ആ ലൈഫിന് ശേഷം, അതായത് ആ അസറ്റിന്റെ ലൈഫ് ടൈമിന് ശേഷം എന്തെങ്കിലും കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. ഇനി പ്രധാനമായും ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, ഈ സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന വേറെ 1-2 പേരുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ഒന്ന് ബ്രേക്കപ്പ് വാല്യൂ എന്നും റെസിഡ്യുവൽ വാല്യൂ എന്നും പറയാറുണ്ട്. ഏതൊക്കെയാണ്? ബ്രേക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ചിലപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവില്ല, അതിന് പകരം ചിലപ്പം ഈ പേരുകളായിരിക്കാം, ബ്രേക്കപ്പ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഈ ബ്രേക്കപ്പ് വാല്യൂ തന്നെയാണ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, സ്ക്രാപ്പ് വാല്യൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന വേറെ പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്രേക്കപ്പ് വാല്യൂ, പിന്നെ എന്താണ് റെസിഡ്യുവൽ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടേംസ് ആണ്. ഓക്കെ, 4 ടേംസ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് 4ഉം ഒന്നാണ് എന്ന് തോന്നുമെങ്കിലും ഇത് 4ഉം 4ആണ്, എല്ലാം വേറെ വേറെയാണ്. അപ്പൊ ഇത് 4ഉം ഒന്നിച്ച് തന്നെ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നോക്കാം. വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിഫക്റ്റീവ്. വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിഫക്റ്റീവ്. ഇത് 4ഉം 4ആണ്. ഇതിൽ നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ആദ്യത്തെ എന്താണ്? വേസ്റ്റ്. അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് വേസ്റ്റ്. മാനുഫാക്ചറിങ് ശേഷം. ഓക്കെ, പക്ഷെ ഇതിന് എന്താണ്? ഇറ്റ് ഹാസ് നോ വാല്യൂ. എന്ത് കിട്ടത്തില്ല? പൈസയൊന്നും കിട്ടത്തില്ല, ഇതിന് വാല്യൂ ഒന്നും ഇല്ല, ഉപയോഗിക്കാനും പറ്റില്ല, ഒന്നിനും കൊള്ളത്തില്ല, പൈസയും കിട്ടൂല. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടുകളിലൊക്കെ പറയേണ്ട വേസ്റ്റ് ആയിട്ട് തള്ളിക്കൊള്ളാൻ പറയും. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പൈസ കിട്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് സ്ക്രാപ്പ്. സ്ക്രാപ്പിന്റെ പ്രത്യേകത എന്താ? ഇൻസിഡന്റൽ റെസിഡ്യൂ വിത്ത് എ സ്മോൾ വാല്യൂ. ഓക്കെ, എന്ത് കിട്ടും? ഒരു ചെറിയ വില കിട്ടും. മാനുഫാക്ചറിങ് ശേഷം നമുക്ക് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സിന്റെ ഭാഗം തന്നെ ആയിരിക്കാം. ഓക്കെ, പക്ഷെ അത് വിറ്റാല് ചെറിയ വാല്യൂ കിട്ടും, സ്മോൾ വാല്യൂ. അതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്പോയിലേജ്. ഇപ്പൊ വേസ്റ്റിന് ഒന്നും കിട്ടത്തില്ല, നോ വാല്യൂ. സ്ക്രാപ്പ് ആണെങ്കിൽ എന്താണ്? ഒരു സ്മോൾ വാല്യൂ കിട്ടും. അടുത്ത എന്താണ്? സ്പോയിലേജ്. ഈ സ്പോയിലേജിന്റെ പ്രത്യേകത ഈ മാനുഫാക്ചറിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്, പക്ഷേ ഇറ്റ് ക്യാൻ റീയൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ യൂസ്ഡ് എഗെയിൻ ആസ് റോ മെറ്റീരിയൽ. വീണ്ടും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പോയിലേജ്. ഓക്കെ, വേസ്റ്റ് ആണെങ്കിൽ ഒന്നും കിട്ടത്തില്ല, ഒന്നിനും കൊള്ളൂല. സ്ക്രാപ്പ് ആണെങ്കിൽ എന്താണ്? അത് വിറ്റ ചെറിയ എമൗണ്ട് കിട്ടും. സ്പോയിലേജിന്റെ പ്രത്യേകത എന്താണ്? ഇത് വീണ്ടും എന്തായിട്ട് ഉപയോഗിക്കാം? മാനുഫാക്ചറിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്, പക്ഷെ വീണ്ടും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ബട്ട് നോട്ട് അപ് ടു സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഫിനിഷ്ഡ് ഗുഡ്സ്, അതാണ് ഡിഫക്റ്റീവ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, പക്ഷെ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് ആ സ്റ്റാൻഡേർഡ് ഇല്ല. There will be some kind of imperfection in them. 100% പെർഫെക്റ്റ് അല്ല, അതിനകത്ത് കുറച്ച് imperfection ഉണ്ടാവും. It can be rectified by adding additional amount. Additional amount ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം
അല്ലെങ്കിൽ ബൈ ഇൻകറിങ് അഡീഷണൽ കോസ്റ്റ്. ഇപ്പൊ ഡിഫക്റ്റീവിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡിഫക്റ്റീവ് സാരീസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സാരിയുടെ പ്രത്യേകത എന്താ? കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിൽ അതിന് ചെറിയ ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ അവിടെ എന്താണ്? ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, പക്ഷെ അതിനെന്താണ്? സ്റ്റാൻഡേർഡ് ഇല്ല അല്ലേ? അവിടെ എന്താണ്? ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഇംപെർഫെക്ഷൻ ഇൻ ദം. അവിടെ പെർഫെക്റ്റ് അല്ല. ഇനി വേണമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം, തിരുത്താം. എങ്ങനെ? ബൈ അഡീഷണൽ കോസ്റ്റ്. കുറച്ച് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. ഇതാണ് ശരിക്കും എന്നു പറയുന്നത് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിഫക്റ്റീവ്, ഇത് നാലും ഒന്നിച്ച് തന്നെ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കിയേ, ഡിപ്രീസിയേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് കൺസിഡേർഡ് ആസ് സോഴ്സ് ഓഫ് ഫണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, നോ ഫണ്ട്, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്നൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്തായിട്ടാണ് കരുതേണ്ടത്? ഈസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ഇനി the assets which is not subject to depreciation is land. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. ഓക്കെ, പക്ഷെ എല്ലാ ഫിക്സഡ് അസറ്റിനും ഡിപ്രീസിയേഷൻ ഇല്ല. ഏതൊഴികെ? ലാൻഡ് ഒഴികെ. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത അസറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ലാൻഡ് ആണ്. ലാൻഡിന് എന്താ സംഭവിക്കുന്നത്? വില ഇച്ചിരി കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അതിനെ പറയുന്ന പേരാണ് അപ്രീസിയേഷൻ. അപ്പൊ നോക്കി, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് സർട്ടൺ അസറ്റ്സ് സച്ച് ആസ് ലാൻഡ് ഈസ് നോൺ ആസ് അപ്രീസിയേഷൻ. അസറ്റിന്റെ വില ചിലപ്പോൾ കൂടാം, ലാൻഡ് പോലുള്ള, അതിനെ പറയുന്ന പേരാണ് എന്ത്? അപ്രീസിയേഷൻ. ഓക്കെ, ഇനി അപ്രീസിയേഷൻ ഇസ് എ ഗെയിൻ ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. അപ്രീസിയേഷൻ ഒരു ഗെയിൻ ആണ്, അത് P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ് ടു P&L അക്കൗണ്ട് എന്നാണ്. ഡിപ്രീസിയേഷൻ എവിടെയാണ് P&L അക്കൗണ്ട് ചാർജ് ചെയ്യണം എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലാണ്. നോക്കൂ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എവിടെയാണ് എഴുതുന്നത്? ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രം. പിന്നെ ബാലൻസ് ഷീറ്റിൽ കൺസേൺ അസറ്റിൽ നിന്ന് ലെസ് ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ. അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് ടു P&L അക്കൗണ്ട് എന്നാണ്. പക്ഷെ അപ്രീസിയേഷൻ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ്, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് എഴുതുന്നത്? അപ്രീസിയേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ടു എങ്ങോട്ടാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇനി depreciation allows to take the advantage of tax benefits. ഓക്കെ, ഇതിന് എന്തുണ്ട്? ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഈ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഹെഡാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയും. ഈ ബിസിനസ്സുകാർ ടാക്സ് കൊടുക്കുന്നത് അവരുടെ പ്രോഫിറ്റിനാണ്. അപ്പോ അതിന്റെ നിയമപ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് ആൻ അലൗഡ് എക്സ്പെൻസസ് എന്ന നിയമമുണ്ട്. അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന നിയമമുണ്ട്. എന്ന് വെച്ചാൽ അത് എക്സ്പെൻസ് ആയിട്ട് എഴുതാം. അത് കുറച്ച് കിട്ടുന്ന പ്രോഫിറ്റിന് മാത്രം നമുക്ക് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ഇത് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്താണ്? പ്രോഫിറ്റ് കുറയും, അതനുസരിച്ച് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് എന്താണ്? ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഈസ് എ ഏത് പ്രൊവിഷൻ ആണ്? ചാർജ്ഡ് പ്രൊവിഷൻ. ഓർത്തിരിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ്ഡ് പ്രൊവിഷൻ ആണ്. ഡിപ്രീസിയേഷൻ ഈസ് എ ചാർജ്ഡ് പ്രൊവിഷൻ. ഓക്കെ, ഇനി അടുത്തത്, ഡിപ്രീസിയേഷൻ ഈസ് ദി shrinkage in the value of an asset due to frequent use of an asset. ഓക്കെ, അപ്പോൾ shrinkage in the value of an asset എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഡിപ്രീസിയേഷൻ ആണ് ആൻസർ. ഓക്കെ, അതുപോലെ
ദ എക്കണോമിക് ഫാക്ടർ കോസിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ കാരണമാവുന്ന എക്കണോമിക് ഫാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? ഒബ്സോളസൻസ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദ എക്കണോമിക് ഫാക്ടർ കോസിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് കാരണമാകുന്ന എക്കണോമിക് ഫാക്ടർ ഏതാണ്? ഒബ്സോളസൻസ് ആണ്. എന്താണ് ഒബ്സോളസൻസ്? ടെക്നോളജിയുടെ ചേഞ്ച് മൂലം അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മൂലം ഓക്കെ ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്നു, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്സോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാർജിങ് ഡിപ്രീസിയേഷൻ ടു ഫിക്സഡ് അസറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് റിസർവ്. ചാർജിങ് ഡിപ്രീസിയേഷൻ ടു ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് റിസർവ് ആണ്? സ്പെസിഫിക് റിസർവ് ആണ്. ഓക്കെ, ഇനി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾവേസ് ഷോൺ അറ്റ് കോസ്റ്റ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു ഈ കാര്യം. സിങ്കിങ് ഫണ്ട് മെത്തേഡ് അനുസരിച്ച് ഏതിലാണ് എപ്പോഴും കാണുന്നത്? കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് എവിടെ കാണുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണുന്നത്. ഓക്കെ, ഇനി ലൂസ് ടൂൾസ്. ലൂസ് ടൂൾസ് ആർ നോർമലി ഡിപ്രീഷിയേറ്റഡ് അണ്ടർ റീവാലുവേഷൻ മെത്തേഡ്. ലൂസ് ടൂൾസിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഏത് മെത്തേഡാണ്? ഓക്കെ, റീവാലുവേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റുകൾക്ക് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? റീവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, അതുപോലെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ഇതിനെ പറയുന്ന പേര് ഫ്ലക്ച്വേഷൻ എന്നാണ്. എന്താ പറയുന്നത്? ഫ്ലക്ച്വേഷൻ. നോക്കൂ, ഓർത്തിരിക്കണം. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്ലക്ച്വേഷൻ ആണ്. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ആണെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അമോർട്ടൈസേഷൻ. ഓക്കെ, ഇനി വേസ്റ്റിംഗ് അസറ്റ്സിന്റെ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും ഒന്നിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ കറണ്ട് അസറ്റിന്റെ വാല്യൂ കുറയാം അല്ലെങ്കിൽ കൂടാം, ഇതിനെ പറയുന്ന പേര് എന്താണ്? ഫ്ലക്ച്വേഷൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് എ ഫിക്സഡ് പോർഷൻ ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് റിട്ടേൺ ആനുവലി. ഒറിജിനൽ കോസ്റ്റിന്റെ ഒരു ചെറിയ പോർഷൻ എല്ലാ വർഷവും ചാർജ് ചെയ്യും. ഏത് മെത്തേഡ് അനുസരിച്ച്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ച്, അല്ലെ? അപ്പൊ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്താണ്? സെയിം ആണെന്നല്ലേ? അപ്പോൾ ഒറിജിനൽ കോസ്റ്റിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. ഏത് മെത്തേഡ് ആണത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഓക്കെ, ഇനി ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ഓർത്തിരിക്കുക, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ഈസ് ജനറലി ഡിപ്രീഷിയേറ്റഡ് ബൈ ഏത് മെത്തേഡ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അപ്പൊ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി അവർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അസറ്റ് ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഓക്കെ, ഇനി ഫർണിച്ചർ, ദ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ. ഫർണിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഏത് മെത്തേഡ് തന്നെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിനെ തന്നെയാണ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഏത് മെത്തേഡാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയും ഏത് മെത്തേഡ് തന്നെയാണ്? ഈ പറയുന്ന ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കുന്നത്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ്? ലയബിലിറ്റി സൈഡിലാണ്. ഓർത്തിരിക്കണം. അതായത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാറുണ്ട്. ഇത് ലെസ് ചെയ്യാതെ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കും. അതാണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ the estimated residual value at the end of lifetime of an asset is scrap value. ഒരു ലൈഫിന്റെ ഒരു അസറ്റിന്റെ ലൈഫിന് ശേഷം ഇത് വിറ്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണെന്ന്? എന്താണ്? സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, ഇനി സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന വേറെ പേരുകൾ ഏതൊക്കെയാണ്? ബ്രേക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ എന്താണ്? റെസിഡ്യുവൽ വാല്യൂ.
ഓക്കെ. ദെൻ അടുത്തത് the fund created for replacement of fixed asset. Okay, the fund created for replacement of fixed asset. Fixed asset ന്റെ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട് ഏതാണ്? അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഏതാണ് അതിന്റെ എക്സാക്ട് ആൻസർ? എന്താണ്? ഡിപ്രീസിയേഷൻ ഫണ്ട് ആണ്. ഡിപ്രീസിയേഷൻ ഫണ്ട് ഇല്ല എങ്കിൽ മാത്രം ഏത് ആൻസർ ആയിട്ട് എടുക്കുക? സിങ്കിങ് ഫണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും അതിന്റെ എക്സാക്ട് ആൻസർ ഏത് ഫണ്ടാണ്? ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഏത് ഫണ്ടാണ്? ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. അതില്ല എങ്കിൽ ഏത് ഫണ്ട് എടുക്കുക? സിങ്കിങ് ഫണ്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. പോയിന്റ്സ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.